ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിൽ വരാതിരിക്കുന്ന തുടർന്നുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി പൊങ്കലാണ് വരുന്നത്, അതിന് വേണ്ടിയിട്ട് ദേവയാനിക്ക് പകരമായിട്ട് നയന ആ പൂജ ചെയ്തോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേവയാനി അമ്മയോട് ചോദിക്കുകയാണ്, എന്താണ് അമ്മേ എല്ലാ കൊല്ലം ഞാനല്ലേ ചെയ്യാറ്, ഇപ്രാവശ്യം എന്തിനാ മാറ്റം വരുത്തുന്നത്, ഞാൻ തന്നെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാ കൊല്ലം നീയല്ലേ ചെയ്യാറ്, ആ സമയത്തൊന്നും ഇവിടെ മരുമക്കൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൾ നയനയല്ലേ, അതുകൊണ്ട് നയന ചെയ്യട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനി ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല, ഇത് നടത്താനായിട്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെന്നുണ്ടെങ്കിൽ വളരെയധികം ദേഷ്യം വന്നിട്ട് നയനയെ തിന്നുന്ന രീതിയിൽ തന്നെ നോക്കുകയാണ്. അപ്പോൾ നയനയ്ക്കത് മനസ്സിലായിട്ട് നയന പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, ഞാൻ ചെയ്യുന്നില്ല, എല്ലാ വട്ടവും അമ്മയല്ലേ ചെയ്യാറ്, അമ്മ തന്നെ ചെയ്തോട്ടെ, അമ്മയ്ക്കല്ലേ അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, അമ്മയല്ലേ മൂത്തത്, ഇനിയിപ്പോൾ തെറ്റിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട്ടിലെ മൂത്തവരായ ഞങ്ങൾക്ക് ഈ ഇടയായിട്ട് ഒരു വിലയുമില്ല, അതുകൊണ്ട് ഈ വിലയില്ലാത്ത വീട്ടിൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ഇവിടെ നിന്നും കാശിക്കോ രാമേശ്വരത്തേക്കോ എവിടേക്കെങ്കിലും തീർത്ഥയാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്, അപ്പോൾ ജയ നീയല്ലേ ഞങ്ങളുടെ തടുത്തത്, പിന്നെ ഞങ്ങൾ പൊക്കൂടായിരുന്നോ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാണെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്, പിന്നല്ലാതെ ഇന്നലെ ആദർശ് ഇവിടുന്ന് പുറത്ത് വിട്ടിട്ട് ഞങ്ങളുടെ വാക്കിനൊരു വിലയുണ്ടായില്ല, അതേപോലെ ഇപ്പോൾ ഒരു പൂജ നടത്തണമെന്ന് പറഞ്ഞിട്ടും അതിലും ഇതേപോലെയൊക്കെ തന്നെ ഞങ്ങളുടെ വാക്കിന് വിലയില്ലാത്തവർക്ക് ഇപ്പം ഞങ്ങൾക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശി, മുത്തശ്ശിയുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ പൊങ്കലിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും എങ്ങനെയെല്ലാം നടത്തണമെന്നും അങ്ങനെ അവസാനമായിട്ട് പൂജ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കാലിൽ വീണ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ വ്രതം വീടത്തുള്ളൂ, അതേപോലെ നീ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കേണ്ടിയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ദേവയാനിക്ക് ഇതൊന്നും കേട്ടിട്ട് അത്രയ്ക്കും ഇങ്ങോട്ട് സഹിക്കുന്നില്ല. കാരണം അവളുടെ കയ്യിൽ നിന്ന് എന്തോ സ്ഥാനം തട്ടിപ്പറിച്ച് നയന വാങ്ങിച്ച പോലെയാണ് ദേവയാനിക്ക് ഫീല് വരുന്നത്. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ആയപ്പോൾ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ നയനയുടെ അച്ഛനമ്മേനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ പൊങ്കലിന് ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്, അപ്പം നയനമോളാണ് ആ പൂജ നേതൃത്വം വഹിക്കുന്നത്, അവളാണ് ആ കർമ്മം നിർവഹിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മേരെയും അനുഗ്രഹം വേണം, അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് കനകയും ഗോവിന്ദനും പറയുന്നുണ്ട്, വേണ്ട ഞങ്ങൾ വരുന്നില്ല, എന്തിനപ്പോൾ വെറുതെ ഞങ്ങൾ വന്നിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, ഞങ്ങൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സീനുകളൊക്കെ ഉണ്ടാവും, അതിന് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാനല്ലേ വിളിക്കുന്നത്, നിങ്ങളുടെ മോൾക്ക് അതൊരു അനുഗ്രഹമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വരണം എന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെ വാക്ക് തട്ടിക്കളയാൻ പറ്റാതെ കനകയും ഗോവിന്ദനും പറയുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നുള്ളൊരു വാക്കും കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ ദേവയാനിയെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ആ ഒരു നിമിഷം എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ എന്താ ചെയ്യാം, ഇപ്പം എൻ്റെ ആ ഗതികേട്, അതുകൊണ്ട് നീ പറയുന്നത് നിന്നോട് ഞാൻ സംസാരിക്കേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെക്കാളും വലിയ ആളാവാനൊക്കെ തുടങ്ങിയല്ലേ, ഞാനായിരുന്നു ഇത്ര നാളും പൂജയും വഴിപാടൊക്കെ ചെയ്തിരുന്നത് ഈ വീട്ടിൽ, ഇപ്പോൾ നീ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലേ എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറഞ്ഞതല്ലേ ആ സമയത്ത് എനിക്ക് വേണ്ട എന്ന്, നീ വേണ്ട എന്ന് പറഞ്ഞാലും അവരെല്ലാവരും കൂടി നിനക്കത് തരും എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ടറിയാം, നിൻ്റെ മനസ്സിൽ മാത്രം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. അമ്മ എന്തിനാ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് പറയാണ്. നീയേ എന്തൊക്കെ വിചാരിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാൻ വേണ്ടി എല്ലാവരെക്കാളും കൂടുതൽ ഈ വീട്ടിലുള്ള അച്ഛനെ അമ്മയെയൊക്കെ സോപ്പിട്ട് നീ കൈക്കലാക്കിയിരിക്കുകയാണ്, അതുപോലെ എന്നെ എൻ്റെ മോനും കയ്യിലാക്കാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയും നയനയും സംസാരിക്കുന്നത് ആ ദൃശ്യം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ ഈ വീട്ടിൽ അധികകാലം വാഴുമെന്നൊന്നും വിചാരിക്കട്ടെ, നിന്നെ ഞാൻ ചത്താലും മരുമകളായിട്ട് അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയാണ്. അമ്മ അപ്പോൾ ആ നേരത്ത് നയന പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഈ വീട്ടിൽ കയറി പോകരുതെന്ന് കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ എനിക്ക് എൻ്റെ ഗതികേടുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കയറേണ്ടി വന്നായിരുന്നു, അതുപോലെ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും അമ്മ എനിക്ക് വേണ്ടി തടസ്സം പറഞ്ഞിരുന്നു, പക്ഷെ അതൊക്കെ നടന്നു പോയിട്ടുള്ളൂ,
അതുപോലെ തന്നെയാണ് ഇനി ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്ന് പറയുന്ന അമ്മ തന്നെ എന്നെ ഒരു ദിവസം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയാണ്. അപ്പം നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരുപാട് നാൾ കാത്തിരിക്കത്തേ ഉള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനെ കാണാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം നയന ചോദിക്കുന്നത്, ഞാൻ അമ്മനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ വെറുക്കുന്നതെന്ന് പറയാണ്. നീയേ നിൻ്റെ സ്വഭാവവും നിൻ്റെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്ര നാളും ഞാൻ ചെയ്തിരുന്ന ആ ഒരു പൂജയും വഴിപാടൊക്കെ ആയിരുന്നു, അതൊക്കെ ഇപ്പോൾ നീ ഏറ്റെടുക്കാൻ നിൽക്കുന്നത്. അതെ, നീ വെള്ളികമേൽ ആ പൂജയൊക്കെ വ്രതമൊക്കെ എടുത്ത് ചെയ്താലും അവസാനം ആ പൂജ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ നിന്നെ അനുഗ്രഹിക്കണം. എൻ്റെ മോനോ ഞാനോ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നില്ല. നീ ചെയ്യുന്ന പൂജയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാവാനും പോകുന്നില്ല എന്ന് എനിക്കറിയാം, നമുക്കത് കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയേനെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആദർശ് അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ നയനെ കാണുന്നുണ്ട്. അങ്ങനെ നയൻ നേരത്തെ തന്നെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അമ്മയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുകയാണ്. അത് പിന്നെ നീയല്ലേ ഇപ്പം ഇനി പൂജ ചെയ്യാനായിട്ട് പോകുന്നത്, എൻ്റെ അമ്മയ്ക്ക് പകരം. അമ്മയ്ക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കുമോ, നമുക്ക് കാണാം നിൻ്റെ പൂജയും വഴിപാടൊക്കെ എന്നൊക്കെ പറയുകയാണ് ആദർശ്. പിറ്റേ ദിവസം പൊങ്കലിൻ്റെ ദിവസം രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായിട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയിച്ചിട്ട് ഒരുക്കിക്കൊണ്ട് മുത്തശ്ശി നയനയെ കൊണ്ടുവരികയാണ്. അങ്ങനെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മുടെ നവ്യയുടെയും നയനയുടെയും അച്ഛനും അമ്മയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അബിക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകൾ, ആ മരുമക്കൾക്കും മക്കൾക്കുള്ള ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ട് നന്ദുകൊണ്ട് കൂടെ അങ്ങനെ അവർ അവിടേക്ക് വരികയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും വലിയ സന്തോഷമാവുന്നില്ല കനകയും ഗോവിന്ദനെയും നന്ദൂരൊന്നും കണ്ടിട്ട്. അങ്ങനെ ഇന്ന മോനെ പൊങ്കലിനോട് ഞങ്ങളുടെ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആദർശിന് അത് താല്പര്യമില്ലാണ്ട് ആദർശ് അത് വാങ്ങുന്നുണ്ട്. അപ്പോൾ ജലജയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇത്ര വില കുറവിൻ്റെ ഡ്രസ്സൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല, ഇത്ര തരം താഴ്ന്ന തുണികളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് നന്ദുവിന് വളരെയധികം ദേഷ്യം വന്നിട്ട് ജലജയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വലിയ അനന്തപുരിക്കാരെ പോലെ കാശുള്ളവരൊന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനിങ്ങനെ വില കുറച്ച് കാണിച്ചിട്ട് വന്നിരിക്കുന്ന ഗസ്റ്റുകളെ അപമാനിക്കാനുള്ള ഒരു സ്വഭാവമൊന്നും ഞങ്ങളും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയുടെ അടുത്ത് നല്ല വർത്താനം പറയുകയാണ് നന്ദു. അങ്ങനെ പൂജയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് അല്പസമയത്തിന് ശേഷം അവളെ അനുഗ്രഹിച്ചിട്ട് കനകയും ഗോവിന്ദനും നന്ദും കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഇനി അധികം നേരം നിന്നിട്ട് ഇവിടെ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കും വേറെ പൂജയുണ്ട്, വേറെ സ്ഥലത്തേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും നന്ദുവും കൂടിയിട്ട് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോവുകയാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നയനയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാനായിട്ട് വരികയാണ്. ആദ്യം മുത്തശ്ശിയുടെയും കാലിലേക്ക് വീഴുന്നുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ അവളെ അനുഗ്രഹിച്ച് വിടുന്നുണ്ട്, തലയിൽ പൂവൊക്കെ ഇട്ടിട്ട്. അതിനുശേഷം ആദർശിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ദേവയാനിയും ജയനാണെന്നുണ്ടെങ്കിൽ നയന വന്നപ്പോൾ ജയനാണെന്നുണ്ടെങ്കിൽ അവളെ അനുഗ്രഹിക്കുകയാണ് പൂവൊക്കെ ഇട്ടിട്ട്. ദേവയാനാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആദർശിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആദർശാണെന്നുണ്ടെങ്കിൽ അവളെ കണ്ട ഭാവം തന്നെ നടിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ കയ്യിലിരിക്കുന്ന പൂവാണെന്നുണ്ടെങ്കിൽ അവൻ വെറുതെ അവളെ തലയിലേക്ക് ഇടാതെ അങ്ങോട്ട് മാറ്റിയിടുകയാണ് നിലത്തേക്ക്. അതിനുശേഷം അവളെ അനുഗ്രഹമൊന്നും കൊടുക്കാതെ തന്നെ അവൻ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നയനയാണെന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് ആദർശിൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കാനായിട്ട്. അപ്പോൾ പിന്നാലെ തന്നെ മുത്തശ്ശനും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് എല്ലാവരും മുമ്പിൽ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തത്, അവരെ കാണിക്കാനെങ്കിലും അവരെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും മുത്തശ്ശിൻ്റെയും സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്കൊന്ന് അനുഗ്രഹിക്കുന്ന പോലെ കാണിച്ചുവിടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ ഇപ്പം അങ്ങനെ കാണിക്കുന്നത്, ഇത്ര നാളായിട്ടും നമ്മൾ ഭാര്യയും ഭർത്താവിനെ പോലും ജീവിച്ചിട്ടില്ല, എന്തിനാ ആൾക്കാരുടെ മുമ്പിൽ ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രയോജനമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നാലും എല്ലാവർക്കും ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അതൊരു വിഷമമായില്ലേ നിങ്ങളിങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ്. അവർക്ക് വിഷമമായാലും ഞാൻ നിന്നെ ഭാര്യയായിട്ട് ഒരിക്കലും കണ്ടിട്ടുമില്ല, ഇനി കാണാനായിട്ട് പോകുന്നില്ല എന്ന് പറയാണ്. അപ്പം നയന ഇതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് എന്താണ് അർത്ഥം, ഇത്ര നാളും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ അമ്മയുടെ മനസ്സൊക്കെ മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിച്ച് എണീറ്റ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇനി ഒരിക്കലും എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിന് പിന്നെ ഞാനിവിടെ നിൽക്കണം, ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പൊക്കോളാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് വിഷമത്തിൽ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ താഴോട്ട് പോവുകയാണ്. ഇവർ രണ്ടുപേരെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാനുണ്ടായ മുഖ്യ കാരണക്കാരൻ മുത്തശ്ശനായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച മുത്തശ്ശന് തെറ്റിപ്പോയതെന്ന് വിചാരിച്ചിട്ടാണ് മുത്തശ്ശൻ കരഞ്ഞുകൊണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാം, നീ വിചാരിച്ച പോലെ എൻ്റെ മനസ്സ് മാറിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കാനായിട്ട് ഒരിക്കലും പോകുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ അങ്ങനെ പടിയൊക്കെ ഇറങ്ങി താഴോട്ട് വരികയാണ്. ആ സമയം അടിയിൽ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് അടിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശന് എന്തൊക്കെയോ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. മുത്തശ്ശൻ അങ്ങനെ നെഞ്ചത്തൊക്കെ കൈവച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ വയ്യാത്ത രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അച്ഛ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പിടിച്ചിട്ട് അവിടുത്തെ ചെയറിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. അങ്ങനെ അച്ഛന് വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആശ്വാസമൊന്നും വരുന്നില്ല. അങ്ങനെ ഈ ഒരു സംസാരവും ബഹളമൊക്കെ കേട്ടുകൊണ്ട് ആദർശം നയനയും കൂടി മുകളിൽ നിന്നും വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ്റെ നില അതീവ ഗുരുതരമായിട്ട് വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരത് മുത്തശ്ശനെയും കൊണ്ട് ആശുപത്രിക്ക് പോകുന്നതോടത്ത് വെച്ചിട്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തിരികെയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. തുടർന്നുള്ള എപ്പിസോഡിൻ്റെ വീഡിയോസ് കാണാനായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.